തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC-യുടെ നേതൃത്വത്തിൽ മുകുന്ദപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വേതന കുടിശ്ശിക നൽകുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. 6 മാസത്തിലേറെയായുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കുടിശ്ശിക വേതനം നൽകുക, തൊഴിൽ ദിനങ്ങൾ 150 വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC-യുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. മുകുന്ദപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. DCC അംഗം E. റഷീദ് ഉദ്ഘാടനം ചെയ്തു. 6 മാസമായിട്ട് പോലും ഈ പൈസ അക്കൗണ്ടിൽ വരുവാൻ ഇതേവരെ നടപടികൾ സ്വീകരിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഈ സമരം നടത്തുന്നത്. തീർച്ചയായും ഈ തൊഴിലാളികൾ മഴയത്തും വെയിലത്തും കഷ്ടപ്പെട്ട തൊഴിലാളികളുടെ സാമ്പത്തികമാണ്. അവർ ജീവിക്കുവാൻ വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ള പൈസകൾ പോലും കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത തൊഴിലാളികളാണ്. ഈ പൈസ കിട്ടുന്നത് വരെ ഇതൊരു സൂചനാ സമരമായിട്ടാണ് കണക്കാക്കേണ്ടത്. തീർച്ചയായും ഈ പൈസ കിട്ടിയില്ല എങ്കിൽ വീണ്ടും ഞങ്ങൾ കേന്ദ്രത്തിന്റെ മേലധികാരികൾ മുമ്പിൽ സമരവുമായി പോകേണ്ട ഗതികേട് ഉണ്ടാകാതെ ഈ സൂചന പണിമുടക്കി ഇനി സമരം ചെയ്യുവാൻ അവസരമുണ്ടാകും. ഈ തൊഴിലാളികൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടി നിൽക്കുന്ന പാവപ്പെട്ട ഈ വനിതകളായ 100 കണക്കിന് തൊഴിലാളികളാണ്. ഇത് കുറച്ച് തൊഴിലാളികൾ മാത്രമാണ് ഈ മേഖലയിലുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC ജില്ലാ സെക്രട്ടറി ഗിരിജ എസ് പിള്ള അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 40 ദിവസം മുതൽ 60 ദിവസം വരെയുള്ള തൊഴിൽ വേതനമാണ് കിട്ടാനുള്ളത്. വളരെ അധികം കഷ്ടപ്പാട് അനുഭവിച്ചാണ് ഇപ്പോൾ ഈ ജോലി ചെയ്യുന്നത്. ഭയങ്കര വെയിലത്ത് നിന്നാണ് ഈ ജോലിയെല്ലാം ചെയ്യുന്നത്. പക്ഷെ വളരെ പ്രയാസമാണ് തൊഴിലാളികൾക്ക് അവരുടെ പൈസ വേതനം കിട്ടാത്തതിൻ്റെ. അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആയാലും അത് NMMS ചെയ്യുന്നതിന് ഉച്ചയ്ക്കും രാവിലെയുള്ള പോക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്നും മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം. തൊഴിൽ ദിനം കൂട്ടിത്തരണം, വേതനം കൂട്ടിത്തരണം. ഇപ്പോൾ ഏതാണ്ട് 40 മുതൽ 60 ദിവസം വരെയുള്ള തൊഴിലിൻ്റെ വേതനമാണ് കിട്ടാനുള്ളത്. ഇതൊരു സൂചനാ പണിമുടക്ക് മാത്രമാണ്. ഇതിൻ്റെ ഏതൊരു മുകുന്ദപുരം വാർഡിൻ്റെ മാത്രം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തിയിരിക്കുന്നത്. ഇനി വരും കാലങ്ങളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ മൊത്തത്തിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി വലിയ രീതിയിലുള്ള സമരം നടത്തുന്നു പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ, സീനത്ത തുടങ്ങിയവർ പങ്കെടുത്തു. ഇക്കാര്യങ്ങളിൽ തീരുമാനമുണ്ടായില്ല എങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് INTUC നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ.